പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗോവയിലേക്ക് ഒരു റൈഡ് പോവുകയാണ്. മോട്ടോവേഴ്സ് 2025 റോയൽ എൻഫീൽഡിന്റെ ഒരു പ്രോഗ്രാമാണ്. അത് ഗോവയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം അതിന് നമ്മൾ നമ്മുടെ ബൈക്കിലാണ് പോകുന്നത്. അപ്പം ബൈക്കിന്റെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ചെയ്തു, സർവീസ് ചെയ്തു, ഓൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. വണ്ടി കണ്ടീഷൻ ആയിരുന്നു. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തതെന്ന് പറയാൻ ഒരു വിൻഡ്ഷീൽഡ് ഫിറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് മുഖത്തോട്ട് കാറ്റടിക്കുന്നത് ഒഴിവാക്കാൻ നമുക്ക് ഈ വിൻഡ്ഷീൽഡ് സഹായിക്കും. പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെയാണ്. ലഗേജ് നമ്മൾ പാക്ക് ചെയ്തു, അത് എന്നിട്ട് സെറ്റ് ചെയ്തു പുറകിൽ. പിന്നെ അത്യാവശ്യമുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻകോട്ടാണ്, അത് കയ്യിൽ കരുതിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ലിംഗ് ബാഗ്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. നമ്മുടെ മൊബൈലും വാലറ്റ് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നാളെ രാവിലെ 4 മണിക്ക് എറണാകുളത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ മംഗലാപുരത്ത് എത്തി അവിടെ സ്റ്റേ ചെയ്യും. അത് കഴിഞ്ഞ് മറ്റേനാൾ രാവിലെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗോവയിലേക്കാണ്. ആവശ്യമുള്ള മെഡിസിൻസും കാര്യങ്ങളും കയ്യിൽ കരുതിയിരിക്കണം. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ ഡോക്യുമെന്റ്സ്, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് ഹൈഡ്രോ ബാഗ് എന്ന് പറയും. നമുക്ക് വെള്ളം ഏകദേശം 2 ലിറ്റർ വെള്ളം നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ പുറത്ത് ബൈക്കിലായിട്ട്, എന്നിട്ട് ഇതിലൊരു ഓസ് ഉണ്ട്. ഇതുവഴി നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കാൻ കഴിയും. അപ്പോൾ ഇത് തീരുമ്പോൾ വീണ്ടും ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്യുക. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി നമുക്ക് ബൈക്കിൽ നിർത്തേണ്ട ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം കുടിക്കാൻ കഴിയും. നമ്മള് അങ്കമാലിയിലുള്ള ജയാൻഡിയുടെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഗോവയിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മറ്റുള്ള നമ്മുടെ മെമ്പേഴ്സും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്ന് ഗ്രൂപ്പ് കോർഡിനേറ്റർ ഒരു ഇൻസ്ട്രക്ഷൻ തരും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമ്മൾ മംഗലാപുരത്തേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവിടെ 1 ഡേ സ്റ്റേ ഉണ്ട്. അതിനുശേഷം അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെയാണ് ഗോവയിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. അതൊക്കെ സൂക്ഷിച്ചു ഓടിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് അറിയില്ലേ, വലിയ ട്രക്കിങ് കാര്യങ്ങളൊക്കെ പോകുമ്പോ അതിന് പ്രോപ്പറായിട്ട് നമ്മൾ ബാക്കിലോട്ട് കാണാനായിട്ട് പറ്റില്ല. അപ്പൊ ആ രീതിയിൽ വണ്ടി ഓടിക്കുക, സൂക്ഷിച്ച് വണ്ടി ഓടിക്കുക. അതേ പറയുള്ളൂ. സമയം വൈകി ആദ്യത്തെ സ്റ്റോപ്പ് നമുക്ക് പോണ ഏതെങ്കിലും ചായകളിൽ നിർത്താം. ഇന്ന സ്റ്റോപ്പൊന്നുമില്ല. നമ്മൾ പോകുമ്പോൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ലൊക്കേഷൻ ആണെങ്കിൽ തന്നെ ഇന്ന ഇതൊന്നുമില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം മറ്റേ നമ്മുടെ കോഴിക്കോട് ഡെക്കാർട്ടോണ്ട് ഓഫീസുള്ള അടുത്തുനിന്നാണ് കഴിക്കാറ്. പക്ഷെ ഇന്നലെ അവിടെ റോഡ് പണി നടക്കണ നമുക്ക് അറിയില്ല കറക്റ്റ് ആയിട്ട് എന്താണ് സംഭവം. അവിടെ കഴിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് പോണ വഴി ഏതെങ്കിലും വ്യക്തിയുടെ ഹോട്ടലിൽ കഴിക്കാം. പോവാം.
ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ കോഴിക്കോടുള്ള മലബാർ വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിൽ കയറിയുണ്ടായി. അവിടെ ഞങ്ങളോടൊപ്പം ഇടപ്പള്ളിയിൽ നിന്നുള്ള കമ്പനി ഷോറൂമിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. തുടർന്നുള്ള യാത്രയിൽ അവരോടൊപ്പമായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത്. മംഗലാപുരത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ലോഡ്ജിൽ എത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു. തുടർന്നുള്ള യാത്ര അടുത്ത ദിവസം രാവിലെയാണ് തുടങ്ങുന്നത്.